എടോ സൈക്കുന ബായകസേരി വലിയ തങ്ങളുടെ മക്ബറയില് വർഷങ്ങളോളം കുത്തിയിരുന്നിട്ട് തങ്ങളുടെ സിദ്ധി കിട്ടിയതാക്കി. നാട്ടുകാരതല്ലല്ലോ പറയുന്നത്. ഉമ്മാനും വാപ്പാനും നോക്കാത്തവനാണ്, പോക്കറ്റ് അടിച്ച് നടന്നവനാണ്, പണ്ട് മീൻ കച്ചവടം നടത്തിയ ആളാണ്, എന്നിട്ടാണ് ഇപ്പൊ ഇങ്ങനൊക്കെ എന്നാ നാട്ടുകാർ പറയുന്നത്. നക്ക് മീൻ കച്ചവടം ഈ ലോകത്തൊക്കെ പറഞ്ഞു നടന്നാളി. ഏടാ ഒരു ചെരുപ്പൂത്തിയായി അന്നപ്പെടെ പിടിച്ചിരുത്തി 4 കായ് തരണ എന്നെ പയ്യ പറഞ്ഞത്. വെറുതെ മിണ്ടാതൊരു പാത്ത കുത്തിയിരുന്ന ആളോ. ഏത് നമുക്കത് കൂക്കാന്ന് പറയാണ്ട്. പിന്നെ എങ്ങനെ കൂക്കുക? ഇങ്ങനെ കൂക്കണോ? എവിടെ നിന്നാണ് വരവ്? വരവിള. വരവിന്റെ ഉദ്ദേശം? ഇതെന്റെ ഭാര്യ മണ്ടോദരി. ഇവക്ക് കുറച്ച് മാസങ്ങളായിട്ട് വിട്ടുമാറാത്ത വയറുവേദന. ബിസ്മില്ലാഹി തവക്കലത്തു അലല്ലാഹി. വിട്ടുമാറാത്തായിട്ട് ഈ ദുനിയാവിൽ ഒന്നും തന്നല്ല, എല്ലാം വിട്ടുമാറും. നമ്മുടെ റൂഹന്നെ നമ്മുടെ ശരീരത്തിൽ നിന്ന് വിട്ടുമാറുന്നില്ലേ? റൂഹല്ല, റൂഹ്, അതായത് ആത്മാവ്. ആത്മാവ്. ഇനിയിപ്പോ ചെയ്യാത്തതായിട്ട് ഒന്നുമില്ല സ്വാമിജി. സ്വാമിജി അല്ല, തങ്ങള്. ഓരോരുത്തരുടെ മനസ്സിൽ തോന്നണ രീതിയിൽ ആഗ്രഹത്തിനനുസരിച്ച് വിളിക്കാം. എന്നാലും തങ്ങളെന്ന് വിളിച്ചാൽ മതി. ശരി തങ്ങള് സ്വാമി. ആര് പറഞ്ഞു ഒന്നും ചെയ്യാനില്ലെന്ന്? ഓപ്പറേഷൻ ചെയ്തില്ലല്ലോ. ഇതൊരു പുണ്യ സ്ഥലമാണ്, ഇവിടെ കിടന്ന് ബഹളം വെക്കരുത്. ഞാൻ പറയും. പ്രൈവറ്റ് ആശുപത്രി പോയതാ. അപ്പൊ അവര് പറഞ്ഞു എന്റെ വയറിന്റെ ഉള്ളിൽ ഒരു മുഴയുണ്ട്, അത് ഓപ്പറേറ്റ് ചെയ്യണമെന്ന്. ഈ സഹോദരന്റെ വയറ്റിലൊരു മുഴയൊന്നും ഞാൻ കാണണില്ല. അതിനിപ്പോ പരിശോധിച്ചൊന്നും ഇല്ലല്ലോ. പരിശോധിക്കൊന്നും വേണ്ട, അല്ലാതെ തന്നെ ഒറ്റ നോട്ടത്തില് കണ്ടുപിടിക്കും. സൈക്കന വായക്കശ്ശേരി വലിയ തങ്ങളുടെ മക്ബറയില് വർഷങ്ങളോളം കുത്തിയിരുന്നിട്ട് കിട്ടിയ സിദ്ധിയാ. ഒരുപാട് പേരുടെ വയറുവേദന നുള്ളിയെടുത്തിട്ടുള്ള ആളാ തങ്ങള്. നുള്ളി എടുത്തോ? ആ നുള്ളി എടുക്കുക എന്ന് വെച്ചാ പിച്ചി എടുക്കുക. എന്താ സഹോദരിയുടെ പേര്? മണ്ടോദരി. മണ്ടോദരി. വേദന തുടങ്ങിയിട്ട് എത്ര നാളായി? കുറച്ചു കാലമായി. വേദന തുടങ്ങുന്നതിന് മുമ്പ് രാത്രി സമയങ്ങളിൽ ഒറ്റക്ക് സഞ്ചരിച്ചിട്ടുണ്ടോ? ഒരു തവണ അശോകന്റെ വീട്ടിൽ പോയിട്ടുണ്ട്. ശരി. പുളി തീർന്നപ്പോ പുളി മേടിക്കാൻ പോയതാ. എന്ത് അന്തിപ്പാതിര നേരത്ത് പുറത്തിറങ്ങി നടന്നപ്പോ ശരീരത്തിനകത്ത് സൈതാനത്ത് കയറി കുത്തിരിക്കുക. അൽഹംദുലില്ലാ. എന്താ ഈ പറയുന്നത്? അൽഹംദുലില്ലാ എന്ന് പറഞ്ഞ ദൈവത്തിന് സ്തുതി എന്നാണ്. സൈത്താൻ കയറിയനെ ദൈവത്തിന് സ്തുതിയാ പറയാ. എന്റെ ക്രിസ്ത്യനാ, വർഷങ്ങളായി എന്റെ കൂടെ നിന്ന് ഇപ്പം എല്ലാം പഠിച്ച്. പക്ഷെ അത് ഇവിടെ പറയണ്ട, അത് പറയാൻ ഞാനുണ്ട്. ആ സൈത്താനെ പുറത്തെടുക്കണം, എന്നാലേ വേദന മാറൂ. എന്നാലേ വേദന മാറൂ. അപ്പൊ സർജറി വേണ്ടി വരുമോ? വേണ്ടി വരില്ല. സർജറിക്ക് പകരം വേറൊരു സർജറി ഇന്ത്യയിലുണ്ട്, പിന്നാണ ചികിത്സ. ആ പിന്നാണ ചികിത്സ 3 ദിവസം നടത്തിയാൽ നിങ്ങളെ വയറുവേദനയൊക്കെ പമ്പ നടക്കും. പിന്നാണ് ചികിത്സയോ? ആദ്യമായിട്ട് കേൾക്കാണ്. അങ്ങനെ ആദ്യമായിട്ട് വരുമ്പോൾ പലതും ആദ്യമായിട്ട് കേൾക്കൂ. പിന്നാണ ചികിത്സക്ക് മുമ്പ് ആവാഹിച്ചെടുക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. കിട്ടിയില്ല. ചില്ലറ പഹയനല്ല വയറിൻ്റെ ഉള്ളിൽ കയറി കുത്തിയിരിക്കണത്.